ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് പിശുക്ക് ദൈവസ്വഭാവമാണോ? ലുപ്ത് കാണിക്കുക, പിശുക്ക് കാണിക്കുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവ രീതികളുണ്ട്. അതൊരു ദൈവസ്വഭാവമല്ല എന്ന് വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം അതിൽ നിന്നും വ്യത്യസ്തമായൊരു കാര്യമാണ് ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു 5 ഇടിവെട്ട് സ്വഭാവം. അതൊക്കെ ഒന്ന് സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്ര അനുഗ്രഹപ്രദമാകും. ഞാനൊരു വ്യക്തിയുടെ കാര്യം പറഞ്ഞ് കേട്ടതാണ്. ജന്മന ഉണ്ടായിരുന്നാന്ന് തോന്നുന്നു. വളർന്നു വന്നപ്പം അത് കുറച്ചുകൂടെ കൂടി. പിശുക്ക് സ്വഭാവം. പുള്ളി സെർവൻറ്റിനെ കൊണ്ട് അരി എടുത്ത് അത് ചോറുണ്ടാക്കാൻ വേണ്ടി ഇടാൻ അനുവദിക്കത്തില്ല. പുള്ളി തന്നെ അളന്നു കൊടുക്കും. കാരണം അവളെങ്ങാനും കൂടുതൽ ഇട്ടെങ്കിലോ എന്ന് വിചാരിച്ചു. ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചെന്ന് ചോദിക്കും, ബാക്കി ഉണ്ടായിരുന്ന ചോറ് മുഴുവൻ നീ കഴിച്ചോ, അതോ ഇനി എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? ആ ചോറ് അങ്ങനെ കഴിച്ചതിന് പോലും കണക്ക് പറയുന്ന ഒരവസ്ഥ. ഇതുപോലെ മറ്റു പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റത്തിൽ, സംസാരത്തിൽ വെളിപ്പെട്ടത് അവർ സൂചിപ്പിച്ചു. അതെല്ലാം സൂചിപ്പിക്കുന്നത് പിശുക്ക്. ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമല്ല, ദൈവമക്കൾക്ക് ഉതകുന്ന ഭൂഷണമാകുന്ന ഒരു സ്വഭാവമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കതിന് മുമ്പ് 5 ഇടിവെട്ട് സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഭാഷയിൽ ദൈവത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന നല്ല ഇടിവെട്ട് സ്വഭാവം. അതിൽ ഒന്നാമത്തെ കാര്യം അറിയാൻ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാമത്തെ വചനം എടുക്കണം. നമ്മൾ പെന്തക്കോസ്ത പെരുന്നാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ കാത്തിരിക്കുന്ന ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവുമായി അഭിഷേകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ച് അത് സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മേഖലകളെല്ലാം തിരുത്താനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ 3:34 വായിച്ചാൽ, ദൈവം ആത്മാവിനെ നൽകുന്നത് അളന്നല്ല. ദൈവത്തിൻ്റെ ഒരു സ്വഭാവം ഉദാരത. ദൈവം ആത്മാവിനെ നൽകുന്നത് അളന്നല്ല, സമൃദ്ധിയിലാണ്. നമുക്ക് കാണാൻ സാധിക്കും ദൈവം സമ്പന്നനാണ്. ആ സമ്പന്നതയിലേക്ക് നമ്മെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ദൈവം. ഫിലിപ്പിയർ 4:19 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും നമ്മുടെ ദൈവം നമ്മയും സമ്പന്നരാക്കും. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിശുക്ക് കാണിക്കുന്നതിനേക്കാൾ ഉദാരത കാണിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. രണ്ടാമതൊരു സ്വഭാവം, ദൈവത്തിൻ്റെ ഒരു ഇടിവെട്ട് സ്വഭാവം എന്ന് പറയാവുന്നത്, ദൈവം ക്ഷമിക്കുന്നത് വ്യവസ്ഥ വെച്ചല്ല. നമ്മൾ പലപ്പോഴും ക്ഷമിക്കുന്ന കാര്യത്തിൽ വ്യവസ്ഥ വെക്കും, അതുപോലെ തന്നെ പിശുക്ക് കാണിക്കും, ലിമിറ്റ് വെക്കും. അങ്ങനെയല്ല ദൈവം ക്ഷമിക്കുന്നത് എന്ന കാര്യം നമുക്ക് വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ജെറമ്യായുടെ പുസ്തകം 3-ാം അധ്യായം 12-ഉം 22-ഉം വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ദൈവം ഒരു വ്യവസ്ഥയും വെക്കാതെയാണ് നമ്മോട് ക്ഷമിക്കുന്നത് എന്ന്. യെശയ്യാ 43:25, അതുപോലെ തന്നെ മിക്ക പ്രവാചകൻ 7-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം. ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ ഇന്നലകളിലെ പാപങ്ങൾ ഇനി ഒരിക്കലും ഞാൻ ഓർത്തിരിക്കില്ല. വ്യവസ്ഥ വെച്ച് ക്ഷമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. നിൻ്റെ ഇന്നലകളിലെ പാപം ആഴിയുടെ ആഴത്തിലേക്ക് ഞാൻ ചവിട്ടിത്താത്തിയിരിക്കുന്നു. ഇതൊക്കെയാണ് ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ മറ്റൊരു സ്വഭാവം ഇതാണ്, കരുണ കാണിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ദൈവമാണ്, മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. കരുണ കാണിക്കുന്നതിൽ, അപ്പോൾ നമ്മോട് കരുണ കാണിച്ചിട്ടാണ് നമ്മളോട് പരസ്പരം കരുണ കാണിക്കാൻ, മറ്റുള്ളവരോട് കരുണ കാണിക്കാനൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും മത്തായി 18:33 വചനത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ നിൻ്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ. അവിടെ ആ യജമാനെക്കുറിച്ചും അതുപോലെ തന്നെ ശുശ്രൂഷകനെക്കുറിച്ച് അല്ലെങ്കിൽ അവൻ്റെ കീഴിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ഒരു യാഥാർത്ഥ്യമാണ് അവിടെ പുറത്തു വരിക. ദൈവം നമ്മോട് കരുണ കാണിച്ചത് വെച്ച് നോക്കുമ്പോൾ നമ്മളോട് മറ്റുള്ളവരോട് കാണിക്കാൻ പറഞ്ഞ കരുണയെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ദൈവമാണ് മുൻകൈ എടുത്തത്. ആ ഒരു കാര്യം മനസ്സിലാക്കി അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പരസ്പരം കരുണ കാണിക്കുന്നത് നമുക്ക് കൂടുതൽ എളുപ്പമാകും. അതുപോലെ തന്നെ നമുക്ക് നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, സാമാന്യ മര്യാദ. അതിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇതാ ഞാൻ നിൻ്റെ വാതിലിൽ മുട്ടുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഇടിച്ചു പൊളിച്ചങ്ങ് കയറാനല്ല കർത്താവ് നോക്കുക, ഞാൻ ഈ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കും. നീ എത്ര നാളെടുത്താലും ഞാൻ പുറത്തു നിന്ന് മുട്ടിക്കൊണ്ടിരിക്കും. അതൊരു സാമാന്യ മര്യാദയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. സാമാന്യ മര്യാദ. ഇന്ന് ഈ മര്യാദ കാണിക്കാൻ പറ്റാത്ത പല വ്യക്തികളെയും കാണാൻ പറ്റും. അതിപ്പോൾ നമ്മൾ വേണേൽ ഒരു സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഇടി
നോക്കിയാൽ മതി. ഫ്ലൈറ്റൊക്കെ കയറാൻ നിൽക്കുന്ന, പ്രത്യേകിച്ച് നമ്മൾ വിദേശികളെക്കാൾ ഒരുപക്ഷെ നമ്മൾ കുറച്ചുകൂടെ മര്യാദയ്ക്ക് പകരം അപമര്യാദയാണ് കാണിക്കുക. അതിങ്ങനെ ഷോപ്പിങ്ങിന് പോയാലും എവിടെയാണേലും മറ്റുള്ളവരെക്കാൾ അവരെ ഇടിച്ചു മാറ്റിയിട്ടാണേലും എനിക്ക് എൻ്റെ കാര്യം എത്രയും വേഗം നടത്തണം. മര്യാദക്കുറവാണത്. ദൈവത്തിൻ്റെ സ്വഭാവം അതല്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. 5-ാമത്തെ കാര്യം, നൽകുന്നതിൽ ഒരു മാതൃക കാണിച്ച വ്യക്തിയായിട്ട് അതിൽ ഒരു ഇടിവെട്ട് സ്വഭാവമാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. നൽകിയത് മാത്രമല്ല, നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതുപോലൊരു സ്വഭാവം മറ്റൊരിടത്ത് നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. ചില മനുഷ്യർ അവർ സൂചിപ്പിക്കാറുള്ള ഒരു കാര്യം, ഞാൻ ആവശ്യത്തിന് തന്നു, ഇനി എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഒരാൾ ഭാഗോടമ്പടി പോലും നടത്തിയിട്ടില്ല. എന്നിട്ട് അതേക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കാറുള്ളത്, അരേ ഞാനായിട്ടുണ്ടാക്കിയതാണ്, അരേ ഞാൻ തീരുമാനിക്കും എങ്ങനെയാണ്, ആർക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, ഒക്കെ എത്തേണ്ടടുത്ത് എത്തിക്കോളും. ഇതൊക്കെ സ്വാർത്ഥമതികളുടെ ഒരു മനോഭാവമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതല്ല ദൈവത്തിൻ്റെ സ്വഭാവം. നമ്മൾ കാണുന്നുണ്ട്, സ്വപുത്രനെ നൽകാൻ ദൈവം തിരുമനസ്സായി. അതിലൂടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹം നമ്മോട് പ്രകടമാക്കി. യോഹന്നാൻ 3:16 നമ്മൾ കാണുന്നതാണ്. റോമാലേഖനം 8:32 വരുമ്പോഴോ ഈ സ്വപുത്രനെ നൽകിയ കർത്താവ് ദൈവം മറ്റു വരങ്ങൾ, ദാനങ്ങൾ നമുക്ക് നൽകാതിരിക്കുമോ? അങ്ങനെ നൽകിയ ദൈവം വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്വഭാവം അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം, പിശുക്ക്, ഈ സാധാരണക്കാർ പിശുക്ക് അവർ കാണിക്കുന്ന വ്യക്തികളാണെങ്കിൽ മറ്റുള്ളവർ സാധാരണക്കാരായിട്ട് ജീവിച്ചാലും ഇവരവരെ ലാവിഷായിട്ട് കാണും. ഉദാഹരണത്തിന് ഒരു പിശുക്കൻ സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് നോക്കിയിട്ട് എന്ത് പറയും, ഇവനൊക്കെ എന്നാ ലാവിഷാണ്, ഇങ്ങനെയൊക്കെ ജീവിക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ ലാവിഷായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി സാധാരണക്കാരനെ കണ്ടാൽ പറയും, ഇവൻ തന്നെ ആറ് പിശുക്കനാണ്. ഇവരുടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് ചിലപ്പോൾ അവർ തിരിച്ചറിയുന്നില്ല. വചന വെളിച്ചത്തിൽ ചിന്തിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്, പിശുക്ക് കാണിക്കുന്നവർക്ക് വൻ നഷ്ടം വരാം, ഉദാരമതികൾക്ക് വൻ നേട്ടം ഉണ്ടാകാം. ഇതറിയാൻ പ്രഭാഷകൻ 14:3 വചനം വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. സുഭാഷിതങ്ങൾ 11:24-25 വായിച്ചാലും അവിടെയും ഈ യാഥാർത്ഥ്യം കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ദൈവ സ്വഭാവം ഉൾക്കൊള്ളാനുള്ള ഒരാഗ്രഹത്തോടു കൂടി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. മനുഷ്യ സ്വഭാവം മാറി ദൈവ സ്വഭാവം നമുക്കെല്ലാവർക്കും കിട്ടുവാനായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഉത്ഥാന ലഹരിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരികയും പാപത്തിൽ വീഴാതെ ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത യേശുവേ, അങ്ങയോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാനും ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരാകാനും ഞങ്ങൾക്ക് വരമരുളണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ. അവയെല്ലാം ഞങ്ങൾക്ക് നടത്തി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.